വെൽക്കം ടു ജാനകി വ്ലോഗ്സ്. അപ്പോൾ ഇന്നൊരു വ്ലോഗായിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതി. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വ്ലോഗ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ കോഴിക്കോട് പോവുകയാണ്. എൻ്റെ കുഞ്ഞയുടെ മകളുടെ ഏറ്റവും ഇളയ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് കോഴിക്കോട് പോവുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം വ്ലോഗിലൂടെ നിങ്ങൾക്ക് കാണുന്നതാണ്. അപ്പോൾ എന്തായാലും ട്രെയിനിൽ പോകുമ്പോഴത്തേക്കും ഇപ്പം മഴയാണ്, രാത്രി എങ്ങാനും തണുക്കുമെന്ന് എടുത്തിട്ട് ഞാൻ സാധാരണ എടുക്കുന്ന ജാക്കറ്റ് നോക്കിയപ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് അലക്കാനിട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട, അപ്പോൾ അതൊക്കെ ചെയ്യേണ്ട ഷർട്ട് തന്നെ എടുത്തിടാന്ന് എഴുതിയിട്ട് അങ്ങനെ എടുത്തിട്ടതാണ്. അപ്പോൾ എന്തായാലും ബാക്കി വീഡിയോയിലൂടെ കാണാം. ടാറ്റാ. സമയമായി. വൈകിട്ട് 6:45 ട്രെയിൻ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 4:30 ആയപ്പോൾ തന്നെ ഇറങ്ങി. കാരണം എന്ന് വെച്ചാൽ എവിടെ ചെല്ലുമ്പോഴും, പ്രത്യേകിച്ച് ട്രെയിനിൽ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു പ്രത്യേകതരം സ്വഭാവമുണ്ട്. എപ്പോഴും ലേറ്റ് ആകുന്നതാണ് നമ്മുടെ ശരിക്കുള്ള സ്വഭാവം. കാരണം അങ്ങനെ ഒരുപാട് ട്രെയിൻ ഞങ്ങൾക്ക് മിസ്സായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെ ആവാൻ പാടില്ല എന്ന് കരുതിയിട്ട് ഞങ്ങൾ 1.5-2 മണിക്കൂർ മുമ്പേ നേരത്തെ ഇറങ്ങി. പക്ഷേ ഇറങ്ങിയതുകൊണ്ട് ഉച്ചയ്ക്കുള്ള ഫുഡ് ഞങ്ങൾക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. ഞാനും അനിയത്തിയും കൂടെ ഊബർ പിടിച്ചാണ് പോയത്. റെയിൽവേ സ്റ്റേഷനിൽ അമ്മയൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മറ്റു ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ചിലവർക്ക് മാറി മാറി ബോഗീസൊക്കെ മാറിയാണ് കയറിയത്. എന്നിരുന്ന പോലും ഞങ്ങൾ 6 പേര് ഒരുമിച്ചായിരുന്നു ഇരുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല മഴ ഉണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ച എല്ലാം കുളമാവും, ഞങ്ങളുടെ കാര്യത്തിനൊരു തീരുമാനവും. ഞങ്ങൾ കുളമായിട്ട് താമസിച്ച ജില്ലുള്ളിൽ തവണ ട്രെയിന് പോകുമെന്നൊക്കെ കരുതി. പക്ഷെ എന്തോ ഇതിന് കറക്റ്റ് ടൈമിനൊക്കെ ചെന്ന് കയറിയപ്പോൾ തന്നെ എനിക്കും അനിയത്തിക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ വല്യച്ഛൻ ഞങ്ങൾക്ക് നൈറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഡിന്നർ പൊറോട്ടയും മുട്ടക്കറിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അപ്പോഴും തന്നെ കഴിച്ചു. വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് വേറെ വിശക്കണമെങ്കിൽ നമ്മൾ പിന്നീട് വല്ലതും വാങ്ങിച്ച് കഴിക്കാൻ ഇറങ്ങിയിട്ട് പിന്നീട് ഞങ്ങൾ ബിരിയാണി കഴിച്ചായിരുന്നു. എന്നിട്ടൊരു വെളുപ്പിനൊരു 3:45-4 ആയെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കായപ്പോൾ കോഴിക്കോട് എത്തി. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കോഴിക്കോട് ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളെ അവിടെ പിക്ക് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു. വലിയച്ചത് അത് ഫുൾ ടൈം പറയുന്നുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കല്യാണത്തിന് അവിടെ കണ്ണൂർ ചെന്നപ്പോഴത്തേക്കും കണ്ണൂർ അവിടെ ചെയ്യേണ്ട റിലേറ്റീവ്സ് എല്ലാവരും വന്ന് ഞങ്ങളെ കറക്റ്റ് പിക്ക് ചെയ്ത് ഇതാണ് സ്ഥലം, ഇതാണെന്നൊക്കെ പറയേണ്ടതെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ ആയപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു സ്ഥലവും അറിയത്തില്ലാത്തൊരു രീതിയിലായിരുന്നു. കാക്കൂറെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു കല്യാണം നടന്നത്. ഞങ്ങൾ അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നേരെ ഊബർ ബുക്ക് ചെയ്തിട്ടായിരുന്നു ആ ഒരു പ്ലേസിൽ പോയത്. അവിടത്തേക്ക് അധികം ഊബേഴ്സ് ഒന്നും കിട്ടത്തില്ല എന്നാണ് ആ പുള്ളിക്കാരൻ പറഞ്ഞത്. എന്നിരുന്നാലും എന്തോ ഭാഗത്ത് നമുക്ക് ആ ടൈമിന് കിട്ടി. എക്സ്ട്രാ ഒരു 50 or 100 rupees എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തായിരുന്നു. അവിടെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ബാക്കി കല്യാണ പെണ്ണിൻ്റെ റിലേറ്റീവ്സ്, വേറെയും കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ പത്തനംതിട്ടയിൽ നിന്ന് ബസ്സിലാണ് വന്നത്. അപ്പോൾ അവരെല്ലാവരും വന്ന് ഞങ്ങളെല്ലാവരും നേരെ ഞങ്ങളുടെ റൂമിൽ കയറി. ഞങ്ങൾ 6 പേർക്കും കൂടെ ആയിട്ട് ഒരു റൂം എടുത്തു. പെട്ടെന്ന് കാണണം, വലിയ അധികം താമസമൊന്നുമില്ല. എല്ലാവർക്കും ചെന്ന പാടെ തന്നെ ഒരുങ്ങാൻ വേണ്ടിയിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കല്യാണ വിശേഷങ്ങൾ പാർട്ട് 2 വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും. ഇപ്പോൾ ഇത്രയും വെച്ച് നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും